Earn Marks, your perfect learning partner. നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഓക്കെ, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ആണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ പോയിന്റ് എന്താ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ? ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ബ്ലഡ് വെസൽസ് എൻക്ലോസ്ഡ് ആയിട്ട് വരുന്നൊരു സിസ്റ്റമാണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെ ഭാഗങ്ങളാണ് മേജറായിട്ട് എന്തൊക്കെ ആൾക്കാരാണ് ഈ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? നമുക്ക് ഹാർട്ട് വരുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് വരുന്നുണ്ട്. പിന്നെ എന്താ, ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. ഓക്കെ, ബ്ലഡ് വെസൽസ് പല രീതിയിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. നമുക്ക് ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് വരുന്നുണ്ട്. പിന്നെ ആരാ വരുന്നത്? ഈ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ ആര് പോകണം? ബ്ലഡ് പോകണം. മൂന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. ഇതുപോലെ ഇത് മൂന്നും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഹാർട്ടിനെ നമുക്കറിയാം, ബ്ലഡ് വെസൽസിനെ നമുക്കറിയാം, ഈ പറയുന്ന പോലെ ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട് എന്നുള്ളത് അറിയാം. ബ്ലഡിനെ നമുക്ക് അറിയുന്ന ആരാണ്? ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇനി വരുന്ന ഒരാളാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പറയുന്ന ബ്ലഡിനെ പോലെ നമുക്ക് വേറൊരു കളർലെസ് ഫ്ലൂയിഡ് വരുന്നുണ്ട്, ലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ്. നമ്മൾ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡ് ഒഴുകുന്നതിന്റെ കൂടെ എന്തും കൂടെ പോകുന്നുണ്ട്? ലിംഫും കൂടെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാ? കളറില്ല. അതിന് കളറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡിനെ ഐഡന്റിഫൈ ചെയ്യാത്തത്. അപ്പൊ അങ്ങനെ ഒരാളും കൂടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാർട്ട് വരുന്നുണ്ട്, വിച്ച് ഇസ് എ പമ്പിങ് ഓർഗൻ. ബ്ലഡ് വെസൽസ് എന്താ? ബ്ലഡ് വെസൽസ് കണക്റ്റിംഗ് ട്യൂബ്സ് ആണ്. അത് തന്നെ 3 ഉണ്ട്, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. പിന്നെ ബ്ലഡ് വരുന്നുണ്ട്, വിച്ച് ഇസ് എ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ്, എ കണക്റ്റീവ് ടിഷ്യൂ മെയ്ഡ് ഓഫ് ഫ്ലൂയിഡ് മെട്രിക്സ് ആൻഡ് സെൽസ്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ഹാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണ് കേട്ടോ. ഹാർട്ടിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മസ്കുലാർ ഓർഗൻ. മസിൽസ് കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു മസ്കുലാർ ഓർഗൻ ആണ്. മസ്കുലാർ ഓർഗൻ ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കോൺട്രാക്ട് ആസ് വെൽ ആസ് റിലാക്സേഷന് പോസിബിൾ ആവുന്നത്. സോ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗൻ ആണ്. ഈ മസ്കുലാർ ഓർഗൻ എവിടെയാണ് ഉള്ളത്? നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ. തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മളതിനെ ചെസ്റ്റ് ക്യാവിറ്റി എന്ന് പറയും. തൊറാസിക് ക്യാവിറ്റിയിൽ റിബ്സിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് ഒരു കുഞ്ഞൊരു സ്ട്രക്ചറാണ്. കുഞ്ഞൊരു സ്ട്രക്ചർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ഹാർട്ട് മിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ കുഞ്ഞൊരാളാണ്. നമ്മളുടെ കൈയിൻ്റെ ഫിസ്റ്റിൻ്റെ അത്ര വലുപ്പം, മുഷ്ടിയുടെ അത്രയും വലുപ്പം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെറിയ ഒരു ഈ പറയുന്ന റിബ്സിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഷോൾഡർ പെയിൻ ഒക്കെ, ലെഫ്റ്റ് ഷോൾഡർ പെയിൻ ഒക്കെ നല്ല ലെഫ്റ്റ് ഷോൾഡർ നല്ല പെയിൻ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ കുറച്ച് അറിവൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നത് ഒന്ന് ECG ഒക്കെ എടുത്ത് നോക്കൂ, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാമെന്നൊക്കെ പറയും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ ഹാർട്ട് ഈ ലെഫ്റ്റിലോട്ട് ചെറുതായിട്ട് ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കൈക്ക് പെയിൻ വരിക എന്ന് പറയുമ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ പെയിനും അങ്ങനെയാണെന്നല്ല, സാധ്യതയുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ലെഫ്റ്റിലോട്ട് കുറച്ച് ടിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഈ ഹാർട്ടിന്റെ ചുറ്റും നമുക്ക് പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ലെയറിന്റെ കവറിങ് വരുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ അല്ലേ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? പ്രൊട്ടക്ഷൻ വേണം. മറ്റ് പെട്ടെന്നൊരു ഇടി കിട്ടിയാലോ അല്ലെങ്കിൽ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാർട്ടിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. അതിന് റിബ്സിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഹാർട്ടിനെ കവർ ചെയ്തിട്ട് ഒരു പെരികാർഡിയം എന്ന് പറയുന്ന ലെയറിന്റെ കവറിങ് ആണ് ഹാർട്ടിന് ചുറ്റും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് എ മസ്കുലാർ ഓർഗൻ മെയ്ഡ് അപ്പ് ഓഫ് കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് നമുക്കറിയാലോ. നമ്മൾ മസിൽസ് 3 തരത്തിലുള്ള സ്കെൽട്ടൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽ ഒക്കെ പറഞ്ഞ സമയത്ത് ഹാർട്ടിന് വേണ്ടി മാത്രം പ്രത്യേകതരം മസിലാണ് കാർഡിയാക് മസിൽ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, it is able to perform its function by coordinating contraction and relaxation by opening and closing a number of valves present inside the heart. എന്താണെന്നുള്ളത് ഞാൻ പറയാട്ടോ. ഇതൊക്കെ ദിസ് ഫിസ്റ്റ് സൈസ് ഓർഗൻ, ഞാൻ പറഞ്ഞു നമ്മുടെ ഫിസ്റ്റിൻ്റെ അത്ര വലുപ്പമേ ഉള്ളൂ. അതിന് 4 ചേംബറുകളുണ്ട്. 2 അപ്പർ ചേംബറും 2 ലോവർ ചേംബറും. ഓക്കെ, അത് നമുക്ക് പറയാം. വെൻട്രിക്കിൾസ് ഹാവ് തിക്ക് മസ്കുലാർ വാൾ ഫോർ പമ്പിങ് ബ്ലഡ് ടു ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഇസ് ഹാർട്ട് ഇസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം. ഈ 2 പോയിന്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസ്റ്റിൻ്റെ അത്ര വലുപ്പമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുഷിയുടെ അത്ര വലുപ്പമേ വരുന്നുള്ളൂ. ഇത്രയും ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ടിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പം ഈ ഒരു ചിത്രമൊക്കെ വെച്ച് വരച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇങ്ങനെയൊക്കെ ചിത്രം വരച്ച് പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളിതിനെ കുറച്ച്
കുറച്ച് എളുപ്പത്തിലാക്കി പഠിക്കാനാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. ഈ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ കുറച്ചും കൂടെ എളുപ്പത്തിലാക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സംഭവം തന്നെയാണ്, ഞാൻ വേറെ ഒന്നുമല്ല, ഈ സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്, പക്ഷെ ഞാനത് വേറെ രീതിയിലോട്ട് പറയുകയാണെന്ന് മാത്രം. സാധാരണ നമ്മൾ ഈ ഹാർട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മൾ ലവ് ചിഹ്നാണല്ലേ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ലവ് ചിഹ്നമൊക്കെ അല്ലേ വരയ്ക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലവ് ചിഹ്നം വെച്ചിട്ട് പഠിക്കാം, ഈ പറയുന്ന പോലെ ഒരു ലവ് ചിഹ്നം വെച്ചിട്ട് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലവ് ചിഹ്നം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു സ്ക്വയർ വെച്ചിട്ടും നമുക്ക് പഠിക്കാം. നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ രണ്ടും വെച്ചിട്ട് കാണിച്ചു തരാം. സെയിം സംഭവം തന്നെയാണ്, ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ ലവ് ചിഹ്നം തന്നെയാണ് കേട്ടോ. കുറച്ച് ഇതാവാൻ വേണ്ടിയിട്ട് ലവ് ചിഹ്നം തന്നെ നമുക്ക് വെച്ചിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഹാർട്ടിന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 2 ചേംബറുകളാണ് വരുന്നത്. ഓക്കെ, അപ്പർ ചേംബറിനെ ഞാനിത് കുറച്ച് സൈഡിലോട്ട് വരയ്ക്കുകയാണേ. ഓക്കെ, അപ്പർ ചേംബറിനെ നമ്മൾ പറയുന്ന പേരാണ് മുകളിലുള്ള ചേംബർ കേട്ടോ. മുകളിലുള്ള ചേംബറിനെ നമ്മൾ എന്ത് പറയും? ഏട്രിയം എന്ന് പറയും. ഏട്രിയം. താഴത്തെ ചേംബറിനെ നമ്മൾ വെൻട്രിക്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പർ ചേംബറിനെ നമ്മൾ ഏട്രിയം എന്ന് പറയും, താഴത്തെ ചേംബറിനെ നമ്മൾ വെൻട്രിക്കിൾ എന്ന് പറയും. ഇനി 2 ചേംബർ അല്ലാണ്ട് നമ്മളിതിനെ ഹാർട്ടിനെ നമുക്ക് 4 ചേംബേഴ്സ് ആണ് വരുന്നത്. അപ്പം നമ്മൾ നടുവ് കൂടെ ഒരു ഡിവിഷൻ കൂടെ വരുന്നുണ്ട്. അപ്പം മുകളിലത്തെ ചേംബറിനെ നമ്മൾ ഏട്രിയം എന്ന് പറഞ്ഞു. അപ്പം മുകളിലുള്ള ഈ ഒരു ചേംബറിനെ നമ്മൾ എന്ത് പറയും? റൈറ്റ് ഏട്രിയം എന്ന് പറയും. അപ്പുറത്തെ ചേംബറിനെ നമ്മൾ ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയും. താഴത്തെ നമ്മൾ വെൻട്രിക്കിൾസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴത്തെ ചേംബറിനെ നമ്മൾ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. അപ്പുറത്തുള്ളതിനെ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. ഓക്കെ, ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. 4 ചേംബേഴ്സ് ആണ് വരുന്നത്. 4 ചേംബേഴ്സിൽ മുകളിലുള്ള 2 ചേംബറിനെ നമ്മൾ ഏട്രിയ എന്നും താഴത്തെ 2 ചേംബറിനെ നമ്മൾ വെൻട്രിക്കിൾസ് എന്നാണ് പറയാമെന്ന് പറഞ്ഞു. അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഫർദർ ഡിവിഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതേ ചേംബർ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ചേംബറാണ് കളറ്. ഈ ചേംബർ ഇതും പറ്റില്ല അല്ലേ. ഈ ചേംബറിനെ നമ്മൾ ഏട്രിയം എന്ന് പറയും. ഈ ഒരു ചേംബറിനെ നമ്മൾ ഏട്രിയം, ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ, ഇത് റൈറ്റ് ഏട്രിയം, എന്താ കണ്ടോ, റൈറ്റ് ഏട്രിയം. ഇത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം. താഴെ 2 ചേംബറിനെ നമ്മൾ വെൻട്രിക്കിൾസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുകളിലത്തെ ചേംബറിനെ നമ്മൾ ഏട്രിയം ആണ്, ഈ ചേംബറിനെയാണ് നമ്മൾ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയും, ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. ഓക്കെ. Earn Marks, your perfect learning partner.